റോഷ്നി ചായ കുടിച്ചാ? ചായ കുടിച്ചു. ഇപ്പം സമയം എത്രയായിട്ടുണ്ട്? 6 കഴിഞ്ഞിട്ടുണ്ട്. 6:30? 6:45. കള്ളക്കർക്കിടവും മഴയായിരുന്നു, ഓണവും മഴയിൽ തന്നെയായിരുന്നു. പിന്നെ ഓണം കഴിഞ്ഞ് കന്നിമുണ്ടനായിരുന്നു. കന്നിമുണ്ടൻ കഴിഞ്ഞു, ഇപ്പോൾ തുലാവർഷം പെയ്തുകൊണ്ടിരിക്കുന്നു. ഒരാഴ്ച കൂടി തുലാവർഷം പെയ്യുമെന്നാണ് പറയുന്നത്. എങ്കിലും ജോലികൾ നമ്മൾ മഴ കാരണം മാറ്റി നിർത്താൻ പാടില്ല. ചില ബ്രേക്കുകൾ ഉണ്ടായിരുന്നു, അത് നമ്മളിപ്പോൾ ഒഴിവാക്കി സജീവമായി നിൽക്കുകയാണ്. വലിയ പന്തലാണിത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഈ പന്തൽ. വലിയ പന്തൽ 35 മീറ്റർ വരമ്പുണ്ട്, 35 വരമ്പുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ വരമ്പ് 40 മീറ്ററിലധികമാണ്. ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഈ പന്തലിൽ നമ്മൾ പയർ കൃഷി ചെയ്ത പന്തലായിരുന്നു. ആ പന്തലിൽ നമ്മൾ പയറെല്ലാം ചുവടൊക്കെ കളഞ്ഞെങ്കിലും പന്തലിലുള്ള ഭാഗം കളയാൻ പറ്റിയില്ല. അത് കളയാൻ പറ്റാത്തതിൽ നമ്മൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് പന്തൽ ഭാഗങ്ങളൊക്കെ. അപ്പോൾ ആ കന്തൽ ഭാഗങ്ങളൊക്കെ കട്ടിയായിട്ടിരിക്കുമ്പോൾ ഈ തണ്ടുകളെല്ലാം കട്ടിയായിട്ടിരിക്കുമ്പോൾ ഒന്നെങ്കിൽ കത്രി കൊണ്ടോ അല്ലെങ്കിൽ പിച്ചാത്തി കൊണ്ടോ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ് ഒരുപാട് സമയം എടുക്കുന്ന കാരണം അത് ഉണങ്ങാൻ വേണ്ടി നിർത്തി. ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് നല്ലത് പറിച്ച് കളയാൻ പറ്റും. ഇത് ഏത് ഇനം പേരാണ്? ദീപിക. കായംകുളം കൃഷി വിജ്ഞാന കേന്ദ്രം തന്നിട്ടുള്ള ദീപിക ഇനത്തിൽപ്പെട്ട പേരല്ലേ? ആ, പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യല്ലേ ഇത്? അപ്പോൾ വിത്തുൽപാദനം ഉണ്ടാവും ഇതിൽ നിന്ന്? നോക്കാതല്ല, വിത്തുൽപാദിപ്പിക്കണം. അത് കാരണം നാടൻ പയറിനങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടി കായംകുളം കൃഷി വിജ്ഞാന കേന്ദ്രം നമ്മളെപ്പോലുള്ള കർഷകർക്ക് ഇതുപോലെ വിത്തുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള എന്തൊക്കെയാണ്? നമുക്ക് പയർ കിട്ടിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ വെണ്ട വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ നാട്ടിലെ കർഷകർക്ക് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് വിത്തായിട്ട് കൊടുത്താൽ മാത്രമേ അതിൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഇനി മുതൽ കൂടുതൽ ശ്രദ്ധ വേണം. കാരണം വെച്ചാൽ നമ്മൾ ഓരോ കൃഷി ചെയ്യുമ്പോഴും ഒരുപാട് ആൾക്കാർ നമ്മൾ വിത്തുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിത്തുകൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം കൊടുക്കാൻ പറ്റാത്തത് നമ്മൾ കൂടുതലും ഹൈബ്രിഡ് ആണ് ചെയ്യണത്. അത് ഹൈബ്രിഡ് ചെയ്യുമ്പോൾ നമുക്ക് വിത്തുകൾ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അവർ പറ്റിക്കലാണല്ലോ. പലരും പറ്റിക്കുന്നുണ്ട്. ഹൈബ്രിഡിൻ്റെ വിത്തെടുത്തിട്ട് കൊടുക്കുന്ന പലരും ഉണ്ട്. പക്ഷേ നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വിത്തുകൾ 100% കിളുക്കുമെന്നും അതിൽ നിന്ന് ഉൽപ്പാദനം കിട്ടുമെന്നും ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വിത്തുകൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം നമുക്കുണ്ടാകണം. അത് നാടൻ വിത്തുകളായിരിക്കണം. അതോടൊപ്പം തന്നെ ഹൈബ്രിഡാണ് കൊടുക്കണമെങ്കിൽ ഹൈബ്രിഡാണെന്ന് പറഞ്ഞുകൊണ്ടും അതിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കി കൊടുത്തും വേണം ഹൈബ്രിഡ് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച മുതൽ നമുക്കും വിത്തുകൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മൾ തുടങ്ങിയാണ്. നമ്മൾ പയറൊക്കെ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ പയറിൻ്റെ കൃഷി വിളവെടുപ്പെല്ലാം തീരുന്ന സമയത്ത് എന്തെങ്കിലും രോഗങ്ങളുണ്ടായിരിക്കും കൃഷികളെല്ലാം അവസാനിക്കുന്നത്. നമുക്ക് ചാഴിയുണ്ടാകും, നഞ്ഞയുണ്ടാകും, പുഴുകളുണ്ടാകും, അതുപോലെ തന്നെ വൈറസ് രോഗങ്ങളുണ്ടാകും. നമ്മുടെ നാട്ടിൽ പറയുന്ന തുരുമ്പ് രോഗങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള ഒരുപാട് രോഗങ്ങളുണ്ടാകും. ആ രോഗങ്ങളെല്ലാം ഈ പന്തലിലുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ കൃഷി ആരംഭിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചെയ്തത് താഴത്തെ ചുവടുകളെല്ലാം എടുത്ത് മാറ്റി അതെല്ലാം കത്തിച്ച് കളഞ്ഞു. മുകളത്ത് എടുക്കാൻ സമയത്ത് കഴിയാത്തതുകൊണ്ട് ഇപ്പോഴാണ് എടുക്കുന്നത്. പക്ഷേ നമ്മൾ വിത്ത് കുത്തി അത് കിളുക്കുന്നതിന് മുമ്പ് തന്നെ എടുത്ത് മാറ്റി അതെല്ലാം കത്തിച്ച് കളയണം. അങ്ങനെ ഈ സാധനങ്ങളെല്ലാം കത്തിച്ച് കളഞ്ഞില്ലെങ്കിൽ അവിടെ നിന്നുള്ള അണുക്കൾ അല്ലെങ്കിൽ കീടങ്ങളെല്ലാം പുതിയ കൃഷിക്ക് വ്യാപിക്കും. അപ്പോൾ പുതിയ കൃഷിയിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പരിശ്രമം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പയർ കൃഷിയാണ്. പയർ കൃഷിയുടെ തുടക്കം കുറിച്ചു. കുറച്ച് നാളായി നമ്മൾ പയർ കൃഷി എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്നാണ് വിത്ത് കുത്തി തീരുന്നത്. വിത്തെല്ലാം കുത്തി തീർന്നു. പന്തലിൻ്റെ പണിയെല്ലാം ഇന്നോട് കൂടി തീർന്നു. എല്ലാം റെഡിയാകും. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഞങ്ങളുടെ കൃഷി രീതികൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒപ്പം ഷെയർ ചെയ്യണം. നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഞങ്ങളെ കൂട്ടുള്ള കർഷകരെയും ഫോളോ ചെയ്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം, സഹായിക്കണം എന്നൊരു അഭ്യർത്ഥന ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു.